അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പം എല്ലാവരും വരി. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്തൊത്താ പമ്പറന്നോളെ, ഇന്നിപ്പോൾ ഇത് ഇങ്ങനെ കരുതുണ്ടാവില്ലേ നിങ്ങൾ? അതെന്താണെന്നോ മക്കളെ, ഇത് നമ്മൾ ഇന്നലെ കുട്ടികളുണ്ടല്ലോ സ്കൂളിട്ട് വരുമ്പോൾ മടക്കുണ്ടാക്കിയതാ. മടക്കുണ്ടാക്കിയിട്ട് നമ്മൾ ചുട്ട് നോക്കുമ്പം അത് നമ്മളെ ബൂരിൻ്റെ മാതിരി അങ്ങനെ പൊള്ളച്ച് വരികയാണ്. പിന്നെ ബൂരി ഉണ്ടാക്കിയപ്പോൾ ഇനി മാണ്ടി വരുമല്ലോ. ഒരു നാലഞ്ചെണ്ണമൊക്കെ ഞാൻ പൊരിച്ചെടുത്തപ്പോഴൊക്കെ ഇതേമാതിരി തന്നെ ബൂരി പൊള്ളക്കണ മാതിരി പൊള്ളച്ച് വരികയാണ് കേട്ടോ. നമ്മളൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ്. ഗോതമ്പ് പൊടി എടുത്തുകൊണ്ട് മടക്കുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ വിചാരിച്ചിട്ട്. അപ്പോൾ അത് പാളി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആ നേരത്ത് ബൂരി ഉണ്ടാക്കിയാലോ മുഴുവനും ബാക്കി ആയിക്കാരം. അപ്പോൾ ഞാൻ കരുതി ഇനി നാളെ രാവിലെ ബൂരി തന്നെ ആയിക്കോട്ടെ എഴുതിക്കാണ് നമ്മളെടുത്തുകൊണ്ട് നേരെ പിടിച്ചിക്കാണ് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഇനി ബൂരിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിമ്മ മനസ്സിലായി നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് മടക്ക ചുട്ടാൽ റെഡി ആവില്ലാന്ന്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ അത് നടുക്കള് മുറിച്ചിട്ട് പരത്തിയെടുക്കാണ് കേട്ടോ. അത് പല ഷേപ്പിലും അയക്കണം കേട്ടോ. അന്ന് നമ്മളെ ബൂരി കോണുണ്ട്, ചതുരണ്ട്, പിന്നെ ലോകത്ത് കാണാത്ത വിധത്തിലുള്ള ആകൃതികളൊക്കെ ഇക്ക് വന്നിക്കണ് കേട്ടോ. പല ആകൃതിയും വന്നിക്കണ്. അപ്പം പിന്നെ ഇപ്പം ആകൃതിയിലല്ലല്ലോ കാര്യം. അതൊക്കെ പാടങ്ങട്ട് ഒടിച്ച് മുറിച്ച് കണ്ട് ചാറ് വാർന്ന് തിന്നാല്ലേ. പിന്നെ ഇപ്പോൾ പള്ളിയിലെത്തിയാൽ പിന്നെ പാരാപ്പം ചുറുക്കൊക്കി കുത്തിരിക്കണത് ആരും അറിയില്ല. അങ്ങനെ ഏതായാലും നമ്മൾ ഒക്കെ അങ്ങോട്ട് പരത്തിയെടുത്തിക്കണ്. അപ്പം ഞാൻ കുറച്ച് ചായ ചൂടാറാൻ വെച്ചിക്കണം കേട്ടോ, കുട്ടിയാക്കും ഇച്ചും. പിന്നെ നമ്മളിപ്പോൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും വൈക്കുണ്ടാക്കൽ നമ്മളെ ഈ ബാജിക്കൂട്ടാൻ തന്നെയാണ് കേട്ടോ. കേങ്ങ് കുത്തി ഒടിച്ചിക്കാണ്ട് വല്ലുള്ളിയും കടുകൊക്കെ ഇട്ടുകാണ്ട് ആ ഒരു കൂട്ടാൻ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 കേങ്ങ് എടുത്തിക്കണ്, പിന്നെ 2 പച്ചമുളക് എടുത്തിക്കണ്. 2 എണ്ണം നല്ല കേട്ടോ, ഒരു 2-3 എടുത്തിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് തീമക്കട്ടോ. അപ്പം ഞാൻ അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് ഇവിടെ തിരുപ്പതി എന്താണ് ഈ ബാജിക്കൂട്ടാൻ തന്നെയാണ് കേട്ടോ. അതിപ്പം മക്കൾക്കാണെങ്കിലും കുട്ടികളെ ബാപ്പാക്കാണെങ്കിലും ഒക്കെ തിരുപ്പതി ഒരു കൂട്ടാനാണ്. അപ്പം നമ്മളത് തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ പൂരി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഇതാക്കണ നമ്മൾ പൂരി പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പം മറ്റേ ചെലക്കൻ തന്നെയാണ് പരത്തി എടുത്താണ്ടല്ലോ നല്ല ചപ്പാത്തി വലിപ്പിക്കാരം. അപ്പം പിന്നെ ചപ്പാത്തി വേണ്ട, ഇനിയിപ്പോൾ പൂരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചുട്ടെടുത്തത് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പലതും പല ആകൃതികളിലൊക്കെ കഴിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പം അപ്പോൾ ഇതേതായാലും ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. അതുകൊണ്ട് ഇച്ചൊരു കുഴപ്പമില്ല അറിഞ്ഞ മാതിരി നമുക്ക് അതുകൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഒരു തെറ്റൊക്കെ ഏത് ആക്കും പറ്റും. അപ്പോൾ പിന്നെ ഒക്കെ അതേമാതിരി പൊരിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ കൂട്ടാൻ ഏതായാലും അടുപ്പത്ത് വേകണുണ്ട് ഗ്യാസുമ്മേ. പിന്നെ ഞാൻ ചോറ്റിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. ചോറ്റിന് വെള്ളം വെച്ചിക്കണ്. അപ്പം ഇന്നലെ തിജ് കെടുത്തിക്കേനി. ഇന്നിപ്പോൾ ഏതായാലും തിജ് നല്ലോണം ഒന്ന് കത്തിച്ചെടുക്കണുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ ഇന്ന് നമ്മളെ കുട്ടിക്ക് കടയിലേക്ക് പോകാണ്ട്. അപ്പോൾ ഒന്ന് ചോറ് വേണം. അപ്പം ഇന്ന് 9 മണിയാകുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ആക്കണം. അപ്പം അതിന് ഞാൻ ചോറ്റിനുള്ള വെള്ളം വെച്ചിക്കണ്. ഇനി നല്ലോണം ഞാൻ ഊതി കത്തിച്ചിക്കണം കേട്ടോ. തിജൊക്കെ കത്തിച്ചിക്കണം. ഇനി വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരട്ടെ. പിന്നെ നമ്മളെ കേങ്ങൊക്കെ വന്നിക്കണ്, നല്ല ഉടഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു പൊട്ടും, ഒരു ചെറിയൊരു വല്ലുള്ളിൻ്റെ ഒരു പോണി, പിന്നെ കുറച്ച് കരിയേപ്പ് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ നമ്മളെ ഊരി പൊരിച്ചിന് എണ്ണ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തുകാണ്ട് അതിലാണ് കേട്ടോ തൂമിച്ചണത് നമ്മളെ ബാജിക്കൂട്ടാൻ. അപ്പം അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിക്കണ്. അതിക്ക് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കടുക് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ വല്ലുള്ളിയും അതേമാതിരി ഇഞ്ചിയും കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിക്കണ്. ഇനി അത് നമുക്ക് ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മളെ കൂട്ടാനായി കണ്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കാട്ടുന്നല്ലോ, ആദ്യം കടുകും ഇതൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വല്ലുള്ളിയും ഒക്കെ കുക്കറിൽ തന്നെ പൊട്ടിച്ച് കണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒന്ന് തര മാറിപ്പോയതാണ്. അപ്പോൾ എന്നിപ്പോൾ ഒരേമാതിരി ആക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടാനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു തുള്ളി മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു രസമാണ് നമ്മളെ ബാജി കൂട്ടാൻ കേട്ടോ.
അപ്പോൾ ഇത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ പറഞ്ഞാൽ അടിപൊളിയാക്കാൻ. പക്ഷേ ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും പാരാൻ നിൽക്കണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി എടുത്തേക്കണ്. അപ്പോൾ ഞാനൊന്ന് ഉപ്പുണ്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഒരു തുള്ളി കുറവുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ടിക്കണം കേട്ടോ. ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതവിടെ മൂടി വെക്കാം. അങ്ങനെ എന്തായി നമ്മളെ ബാജിക്കൂട്ടാനുമായി നമ്മളെ ഭൂരി റെഡി ആയിക്കണം കേട്ടോ. അങ്ങനെ ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. ഇനി അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് നമ്മളെ ചോറ്റിന് വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ നെല്ലുത്തേരി ഞാൻ എടുത്തുക്കണത് ഇത്രയും അരിയില്ലേ വെക്കാൻ ഞാൻ അങ്ങനെ നാശമായി പോവും. അപ്പോൾ നാവൂരി നമ്മളെ നെല്ലുത്തേരി എടുത്തുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് തിരുമ്പി കേൾക്കണം കേട്ടോ. അതിൻ്റെ ആ ചുവപ്പ് കളറാണ് മാറിയിട്ട് നല്ലൊരു വെള്ള അരിയോലാണ്. അപ്പം നമ്മളെ ഇതുണ്ടല്ലോ വെച്ച വെള്ളം തിളച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും 2 മണി അരി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ തിളക്കുമ്പം നമ്മളെ ആയുസ് ഇങ്ങനെ കുറയും പോലും അങ്ങനെ പറയണേ കേൾക്കണയാളെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയണേക്കെ. അപ്പോൾ ഒരു 2 മണി അരി അതിൽ കൊണ്ടുപോയിടണം പോലും. അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ടില്ലേ അമ്മമാരൊക്കെ പറഞ്ഞ കേട്ടാണ് ഞാൻ. അങ്ങനെ ഞാൻ പിന്നെ അരിയൊക്കെ കേകി നല്ലോണം തിരുമ്പി കേകി വെള്ള കളറാണ് വരെ കേകിക്കണം കേട്ടോ നമ്മളരി. അതിൻ്റെ ഒരു ചുവപ്പ് കളർ പോകാനും വേണ്ടി അങ്ങനെ നമ്മൾ ആ അരിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നെല്ലുത്തേരി. പിന്നെ കുറച്ച് ചാക്കരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ചിക്കാണ്ടൊന്ന് വെന്ത് വരുമ്പോഴേ ഞാൻ അത് ഇട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റേത് വേഗം വേകും ചേച്ചും ഈ അരി വേകുമില്ല. അപ്പോൾ പിന്നെ ചോറിൻ്റെ വേവ് രണ്ടും വേറെ വേറെ ഇക്കാരം. അപ്പം ഞാൻ അങ്ങനെ കാട്ടാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ മുക്കിക്കണം. ഇനി അതവിടെ കടന്നുകാണ്ട് വേഗട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചാക്കരിയും കൂടിയാണ്ട് കേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാക്കണേ നമ്മൾ ഇങ്ങനെ വെച്ചിക്കണം കേട്ടോ. ഇനി തിരിച്ചൊക്കെ നല്ലോണം കത്തിച്ചിക്കണേ. പിന്നെ ഇന്നലെ വെച്ച ചോറാണ് കേട്ടോ. കുറച്ച് പഴഞ്ചോറുണ്ടേനി അത് നമ്മക്കണ്ട് ഒഴിവാക്കിയിട്ട് നമ്മളെ കുടുക്കിയും പാത്രമൊക്കെ നമുക്ക് മോറിയെടുക്കണം. അപ്പം ഈ ചെമ്പട്ടിയിലാണ് ഇപ്പം ഇനി നമുക്ക് ചോറ് ഊറ്റിയിടാനുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ അതിലത്തെ ചോറ് നമ്മൾ ഇതാക്കണം കേട്ടോ. ഈ പഴഞ്ചോറ് ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിച്ചു എത്തപ്പോൾ കാട്ടുക ഇന്നലെ കാട്ടിയ മാതിരി തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടായപ്പോൾ തിന്നില്ല. അതേമാതിരി എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കാണ്ട് ഒരു 10 മണി 11 മണി ആകുമ്പോൾ ഒക്കെ തിന്നു കേട്ടോ. പിന്നെ ഉച്ചക്കുള്ള ചോറ് 2 മണിയൊക്കെ ആവും തിന്നണമെങ്കിൽ. അപ്പോൾ അത് വരെ ഇപ്പോൾ അയച്ചിക്കണ്ടല്ലോ പണ്ടേ ചേലായതാണ് കേട്ടോ ഈ 10 മണിക്കുള്ള തീറ്റ. അങ്ങനെ ഏതായാലും നമ്മൾ കുറച്ച് പയറുണ്ടായിനി. അപ്പോൾ ഞാൻ അത് അരിഞ്ഞെടുക്കാൻ കേട്ടോ. ബീൻസും ഉണ്ട്. പിന്നെ നമ്മളെ ഇതിമെന്ന് കുറച്ച് പയറിൻ്റെ ഇതിമെന്ന് നമ്മൾ പറിച്ച് അതും ഉണ്ട് കേട്ടോ. ഒക്കെ പാടെ കൂട്ടിക്കാണ്ടാണ്. അപ്പോൾ നമ്മളിമത്ത് എന്നും ഇങ്ങനത്തെ ഓരോന്നോ ഈ 2 എണ്ണമൊക്കെ കിട്ടും. അപ്പോൾ അതങ്ങനെ പിടിച്ച് കൊണ്ടുപോയി പാത്തക്കലാണ്. ഒരുമിച്ചാവുമ്പോൾ കുറച്ച് ഉപ്പേരി വെക്കാലോ വിചാരിച്ചിക്കാണ്ട്. അപ്പോൾ ഏതായാലും ഇന്നലെ പച്ചക്കറി ഉടനീൽ കുറച്ച് ബീൻസ് ഉണ്ടെങ്കിൽ അതിൽ കൂട്ടിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് നമുക്ക് നോക്കി നോക്കാം എന്തായി നെല്ലുത്തേരി എന്നുള്ളത്. പക്ഷേ എങ്കിൽ ആയിട്ടില്ല, ഒന്നും കൂടി ആകാണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിടക്കട്ടെ. പിന്നെ ഞാൻ നമ്മളെ ബീൻസും ആ പയറൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിക്കണേ. പിന്നെ ഞാൻ നമ്മളെ പയറിൻ്റെ ഇതിമ വന്ന് നോക്കുമ്പോൾ വള്ളിമ വന്ന് നോക്കുമ്പം ഒരു 3-4 കിട്ടിക്കണം കേട്ടോ. അവിടുന്ന് 3-4 കിട്ടി. അതും പാടെ പറിച്ചു വന്നുകാണ്ട് ഞാൻ എന്താ ഉപ്പേരി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. 3-4 നല്ലല്ലേ, കുറേ ഉണ്ടല്ലേ, ഒരു 5-6 ഉണ്ടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതവിടെ വെച്ചിക്കണ്. ഇനി നമുക്ക് ചാക്കേരി ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇട്ടിക്കണ്. ആ ഒരു നാവൂരി അരി ഇട്ടിക്കണ് കേട്ടോ. അപ്പോൾ എത്ര നായിയായി? നാവൂരി നെല്ലുത്തേരി നാവൂരി ചാക്കേരി. അപ്പോൾ എത്രയായി? 3 നായി അരി ആയിട്ടോ. അപ്പോൾ ഈ ചോറ് നമ്മൾ ഉച്ചക്കും വൈകുന്നേരത്തിനാണ് കേട്ടോ ഈ 3 നായി അരി ഇടുന്നത്. അപ്പോൾ അങ്ങനെ അത് നല്ലോണം കേകിയിട്ട് നമുക്ക് അതയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി അതവിടെ കടന്ന് അങ്ങനെ വേകട്ടെ. അപ്പോൾ കണ്ടില്ലേ ഈ നെല്ലുത്തേരി വെന്ത് തുടങ്ങിയിരിക്കണ്. അപ്പം ഇനി അതും കൂടി ഇടുമ്പോൾ ആ വേവ് നമുക്ക് കണക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് മുക്കി നമ്മൾ അരി ആ പാത്രത്തിലുള്ള അരിയൊക്കെ ഞാൻ അതിക്ക് കേകി പാർന്നിക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതവിടെ മൂടി വെക്കാം, വേകട്ടെ കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ പയറ് വെക്കണം. അപ്പോൾ അതിനും ഞാനെടുത്തത് നമ്മളെ ഭൂരി പൊരിച്ച എണ്ണേനെയാണ് കേട്ടോ. അതിക്ക് പച്ചമുളകും വല്ലുള്ളി എടുത്തുക്കണ്. ഇനി അത് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തേക്കണ്. ഇനി നമുക്ക് നമ്മളെ പയറും കൂടി അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേന് എല്ലാതും ആകണം. പിന്നെ നമ്മളെ ഇന്നലത്തെ മീനുണ്ടായിനി, അതൊരു 3-4 മീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്ക് മീൻ ഉച്ചക്ക് വരികയാണെങ്കിൽ നമുക്ക് മാങ്ങ. അപ്പോൾ ഒന്ന് ഓനിപ്പോൾ നമുക്കാണ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ വാടിയപ്പോൾ തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ ഇട്ട് കൊടുത്തേക്കാണ്ട്
എല്ലാത്തൊക്കെ ഇട്ട് കൊടുത്തപ്പം അയിക്കൂടി ഇട്ട് കൊടുക്കാത്തപ്പം വല്ലാത്തൊരു പൊറുതിയേട്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ പയർ കേകിക്കണം. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇനി വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ മഞ്ഞപ്പൊടിൻ്റെ മൂടി ഉപ്പിൻ്റെ മൂടി ഒക്കെ അടച്ചിക്കണേ. ഇനി നമുക്ക് പയറൊന്ന് ഇളക്കി വെക്കാം. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല. കേകിയ വെള്ളം തന്നെ അതിലുണ്ട് കേട്ടോ. കേകിക്കാണ്ട് നമ്മൾ ഊറ്റിയെടുക്കുമല്ലോ. അങ്ങനെ ഏതായാലും നമ്മളെ പയർ അവിടെ അടുപ്പത്ത് കിടന്ന് വേകട്ടെ. ഇനി നമുക്ക് നമ്മളെ ചോറൊന്നും കൂടി വന്ന് നോക്കാം വെന്തിക്കണോ എന്നുള്ളത്. പക്ഷേങ്കിൽ വെന്തിട്ടില്ല കേട്ടോ, ഒന്നും കൂടി ആകണം. പിന്നെ ഞാൻ അത് നോക്കിയിട്ട് പിന്നെ ഞാൻ ചായ അടിച്ചാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നേരം 8 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ സാധനവും മിന്നുട്ടിയൊക്കെ മദ്രസക്ക് പോയിക്കണ്. ഓല് മദ്രസക്ക് പോയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 3-4 പൂരി എടുത്തിക്കണ്. പിന്നെ നമ്മളെ ബാജിൻ്റെ കൂട്ടാനും എടുത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ. അപ്പോൾ ഇതിന് സമയം ഇതാക്കണം കേട്ടോ. 8 മണി ആയിക്കണം, 8:15 ആയിക്കണം കേട്ടോ. പിന്നെ എന്താണെന്ന് പറയുക, എന്തെങ്കിലും ഒരു പണിയിലാണ്ട് ഏർപ്പെട്ടാൽ പിന്നെ അതാണ് മുയിവിച്ചെങ്കിലേ ചായ അടിച്ചാലൊക്കെ ഒന്ന് റാത്താവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വേച്ചാണ്. പിന്നെ എന്താണെന്ന് പറയുക, 9 മണിയാകുമ്പോഴത്തേനും ഓനാ ബസ് തരും. അപ്പോഴത്തേനും പിന്നെ ചോറും കൂട്ടാനും ആകണം. പിന്നെ ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും ബസ്സില്ല. അപ്പോൾ പിന്നെ നേരം വൈകിച്ചണ്ടല്ലോ, നമ്മളായിട്ട് നേരം വൈകിച്ചണ്ട എഴുതിയിട്ട് ഞാൻ വേഗം, നമ്മളിപ്പോൾ ചായ കുടിച്ചപ്പോൾ നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എഴുതിയിട്ടാണ് നമ്മളിങ്ങനെ ചായ അടിച്ചതിന് ആറിങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അതാക്കണേ നമ്മൾ ചോറ് ഒന്നും കൂടി വേഗമുണ്ട് ഇനി. അപ്പോൾ അവിടെ ഇട്ടിട്ട് ഞാൻ എന്താട്ടി നമ്മളെ പാത്രം ഒന്ന് മോറാൻ വേണ്ടി പോയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എത്തിനാപ്പോൾ ഈ ചോറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്നുള്ളത്. നമ്മൾ മറ്റേ റേഷൻ പീടിയത്തെ മറ്റേ അരിണ്ടല്ലോ ചാക്കിരി, അത് പെട്ടെന്ന് വേഗം കയറുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ വേഗം കയറിക്കഴിഞ്ഞാൽ അവിടെ ആർക്കും പറ്റൂല. ഇതെന്താ വെച്ചേ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നൊടിഞ്ഞുകൊണ്ട് നിൽക്കും. അതാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ വന്ന് നോക്കണം ഈ ചോറ് വെന്തിക്കണമെന്ന് കേട്ടോ. ഇപ്പം ഏതായാലും ചോറ് വെന്തിക്കണേ. അപ്പം ഇനി നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മളെ വക്കില്ലാത്ത ചെമ്പട്ടി വെച്ചിക്കണം കേട്ടോ. അപ്പം അത് നമ്മൾ വെള്ളം വറ്റിച്ചാൻ വേണ്ടി വെച്ചിക്കണേ. ഇനി നമുക്ക് ചോറ് അങ്ങനെ ഊറ്റിയെടുക്കാം. അപ്പോൾ കുടുക്കൻ്റെ മുകളിൽ നിന്നെടുത്ത് ഞാനൊരു ഗ്ലാസിൻ്റെ മേലേക്ക് വെച്ചിക്കണം കേട്ടോ. ആ കുടുക്കൻ്റെ മേലെ ആകുമ്പോൾ ആ കഞ്ഞിൻ്റെ വെള്ളം ആ കൊട്ടക്കായൽ മങ്ങ തട്ടുമ്പോഴേ വെള്ളം വാർന്ന് കിട്ടൂല. അതിനാണ് നമ്മൾ ഗ്ലാസ്സുമ്മേൽ വെക്കുന്നത് കേട്ടോ. അങ്ങനെ വെള്ളം വറ്റിച്ച് നമ്മൾ ചെമ്പട്ടി വെള്ളം വറ്റിച്ച് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചിക്കണം കേട്ടോ. ഇനി ചോറൊക്കെ ഊറ്റിയിട്ട് വെക്കാം. അങ്ങനെ ചോറ് അങ്ങനെ ഒരു വൈക്ക് ഊറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താട്ടി ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ വെള്ളം വറ്റിച്ചാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിക്കണം. ഇനി നമുക്ക് വീതനൊക്കെ ഒന്ന് തുടച്ചെടുത്തുക്കണം കേട്ടോ. പിന്നെ ചാറ് ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലത്തെ സാമ്പാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി സാമ്പാർ ബാക്കിയുണ്ട്. അപ്പോൾ പറഞ്ഞാൽ സാമ്പാർ മതി വെച്ച് വേറെ കൂട്ടാനൊന്നും വേണ്ടാറ്. അപ്പോൾ അതൊന്ന് ഞാൻ തിളപ്പിച്ചാൻ വേണ്ടി വെച്ചിക്കണേ. അപ്പോഴത്തേനും ഓന് പോകാനായി കേട്ടോ. അപ്പോൾ പറഞ്ഞു വെച്ച് ചോറാക്കി തരികയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓൻ്റെ വെട്ടപ്പാത്രത്തേക്ക് ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു കുറച്ച് മതിയാണ്. അപ്പോൾ ഈ വെട്ടപ്പാത്രം കാണുന്ന മാതിരിയല്ല കേട്ടോ, ആൾ ചെറുതാണെങ്കിലും അതിൻ്റെ ചോറാണ് ഇടുമ്പോണ്ടല്ലോ എത്ര കാലം ചോറ് കൊള്ളുമെന്നറിയാം. അപ്പോൾ അതിന് പാകത്ത് മാത്രം നിറച്ചാൽ മതിയല്ലോ, വെറുതെ കൊണ്ടുപോയി കളഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് ചോറാക്കി ചാറ് വാർന്ന് പിന്നെ നമ്മളെ പയറുപ്പേരി ബീൻസും പയറും ഒക്കെ പാടെ കൂടിയിട്ടില്ല ഉപ്പേരി ആക്കി കൊടുത്ത് പിന്നെ ഓന് 2 മീനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ചൂടാക്കുമ്പോൾ തന്നെ ഒന്ന് കരിഞ്ഞ മാതിരി ആവും. പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ആ പൊടികളൊക്കെ ഉണ്ടായിട്ടാണ് അത് കരിഞ്ഞ മാതിരി അയക്കണത്. അങ്ങനെ ഓനില്ല ചോറും കൂട്ടാനൊക്കെ ആക്കി നമ്മൾ അങ്ങനെ ഓന് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് തുടച്ചു കൊടുത്തേക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിന്മേൽ ചോറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിക്കാണ്ട് അങ്ങനെ ഓന് ഞാൻ ചോറാക്കി ഓൻ പോയി. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഒന്ന് ചാറൊന്നും ഉണ്ടാക്കണില്ല, ആ ഒരു സാമ്പാർ തന്നെയാണ് കേട്ടോ. മടിയോൾക്ക് മതിയല്ലോ സാമ്പാർ, പിന്നെ അത് വെറുതെ കളയേണ്ടി വരും. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് സമ്മന്തി അരക്കാമെന്നുള്ളത്. ഈ ഒരു സമ്മന്തി ഉണ്ടായാൽ പിന്നെ നമുക്കൊരു ചാറും വേണ്ട തന്നെയാണ്, അത്രക്കും രസമാണ് ഈ ഒരു സമ്മന്തിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചാറില്ലെങ്കിലും. അതേമാതിരി നമ്മളെ സനുട്ടനും തന്നെ ഈ സമ്മന്തിയൊക്കെ ആയോ പറയും ഇച്ച് കഞ്ഞിയതിയും പിന്നെ ഇപ്പോൾ ആർക്കാ ചാറ് വേണ്ടിയത് ഇച്ചോ. ഞാൻ പിന്നെ ഇഞ്ഞങ്ങോട്ട് കടിച്ചാത്ത എല്ലാ സാധനവും നമുക്ക് പറ്റും. പിന്നെ പത്താ ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഓനെ കണ്ടപ്പം ഓനൊരു 10-11 മണിയാകുമ്പോൾ ആ സമ്മന്തി ഉണ്ടപ്പോൾ ഓന് കുറച്ച് കഞ്ഞിയാണ്. അപ്പോൾ അങ്ങനെ ഓന് കുറച്ച് കഞ്ഞി കൊടുത്തു. ഓനങ്ങനെ കഞ്ഞിയും കുടിച്ച് മിന്നുട്ടി പിന്നെ പൂരി ആ ബാജി ഉണ്ടായിന് ബാക്കി ഓനത് തിന്ന്. ഞാൻ പിന്നെ കുറച്ച് സമ്മന്തി നമ്മളെ പഴഞ്ചോറും ഉണ്ടായിനല്ലോ അതും കൂട്ടി ഞാനും ചോറ് വെച്ചിരിക്കണം കേട്ടോ.
അപ്പോൾ അത് ഉച്ചയായോ എന്ന് കരുതും, പക്ഷേ ഉച്ചയായിട്ടില്ല കേട്ടോ. ഇതൊരു 11 മണിയാകുമ്പോഴാണ് നമ്മൾ 10 മണിക്കത്തെ ആ ഒരു തീറ്റ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ തിന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തൊരു തീറ്റയാകുമ്പോഴേ എനിക്ക് അതൊക്കെ ഉണ്ടാവും. അത് ചേലായതാണ്, ആ 10 മണിക്ക് തിന്ന് ചേലായിക്കണം. പിന്നെ ഇപ്പോൾ തിന്നാൻ ഞാൻ വല്ലാത്തൊരു ഒയപ്പെടുക്കലാണ് ആ നേരായ പള്ളൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ നമ്മളത് മുടക്കണ്ട വിചാരിച്ചിക്കാണ്ട് അങ്ങനെ 10 മണിക്ക് അങ്ങനെ ചോറ് കഴിച്ചു. 11 മണി ആയി എന്നുള്ളൂ. പിന്നെ മീൻകാരനെയൊക്കെ കാത്തുനിന്നപ്പോൾ മീനൊന്നുമില്ല. അപ്പോൾ മീനില്ല ഞാൻ നമുക്ക് ഇല്ല കൂട്ടാൻ എന്താണെന്ന് ചോദിച്ചാൽ മുട്ട പൊരിച്ചത്. അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് കൂട്ടാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ തേച്ചു, ഒരു മുട്ടയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് അതിക്കാണ് പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടാനല്ല ഞാൻ നമുക്കില്ല കൂട്ടാനാണ് ഈ ഒരു മുട്ട പൊരിച്ചത്. ഇതാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും തീർപ്പതിയാണ്. അപ്പോൾ പിന്നെ ഇനി വേറൊരു കൂട്ടാനും തിരഞ്ഞെടുക്കണ്ടല്ലോ. അപ്പോൾ മീൻകാരനെ കാത്ത് കുറേ നേരമായിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ ഇനി വരുമ്പോഴത്തേന് നേരം പോകുമല്ലോ എഴുതിയിട്ട് അപ്പോൾ പിന്നെ ഒരു മുട്ട എടുത്താണ് പൊരിച്ചതാണ് കേട്ടോ. 2 മീനും ഇല്ലേ, അപ്പോൾ പിന്നെ ആക്കാൻ മതി. ഇനി വൈകുന്നേരത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയും പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഒരൊറ്റ മുട്ടയാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ചട്ടി നിറച്ചു ആയില്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എങ്ങനെയാണ് അത് ഞമ്മക്ക് ആക്കാൻ പോയിക്കും നിങ്ങൾക്ക് ആക്കാൻ പോയിക്കും വെച്ചറിയില്ല. നിങ്ങൾ മുട്ടയൊക്കെ പാർന്നിട്ട് ചട്ടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റിച്ച് കാണ്ട് വലിയതാക്കി വെക്കണ്ടേ. ഇഞ്ചത് ഏതായാലും വലിയ മുട്ടയായിക്കണം കേട്ടോ, ചട്ടി നിറച്ചുണ്ട്. അങ്ങനെ ഞാൻ നമ്മളെ മുട്ട മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ, ഇൻഷാ അല്ലാ. അസ്സലാം.